ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഓഗസ്റ്റ് 15 മറിയത്തിൻ്റെ സ്വർഗ്ഗാരോപണ തിരുനാളാണ് നാം ആഘോഷിക്കുന്നത്. നമ്മളെല്ലാ ദിവസവും കൊന്തയെത്തിക്കുമ്പോഴും അല്ലാതെയും നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് മറിയത്തെ നമ്മൾ അങ്ങനെ വിളിക്കുന്നത്? മറിയത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചിരുന്ന രണ്ട് വ്യക്തികളായിരുന്നു അന്നയും ജോവാക്യമും. എന്നിട്ടും അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. ഒത്തിരിയേറെ പ്രാർത്ഥിച്ചും ഉപവസിച്ചും കഴിഞ്ഞ അവർക്ക് 20 വർഷങ്ങൾക്ക് ശേഷമാണ് മറിയം ജനിക്കുന്നത്. മറിയത്തിന് 3 വയസ്സുള്ളപ്പോഴാണ് അന്നയും ജോവാക്യമും മറിയത്തെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നത്. കാരണം ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് ഉപവസിച്ചിരുന്ന ജോവാക്യമിനും അന്നയ്ക്കും ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിരുന്നു, ഒരു പെൺകുഞ്ഞ് ജനിക്കുമെന്നും അവൾക്ക് മറിയം എന്ന് പേരിടണമെന്നും അവളെ ദേവാലയത്തിൽ സമർപ്പിക്കണമെന്നും. അതുകൊണ്ടാണ് അന്നയും ജോവാക്യമും മറിയത്തെ ദേവാലയത്തിൽ സമർപ്പിച്ചത്. പെൺകുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ കല്യാണമാകുന്നതുവരെ യഹൂദ ദേവാലയത്തിൽ നിർത്തുന്ന ഒരു ചടങ്ങ് യഹൂദരുടെ ഇടയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ ദൈവത്തിൻ്റെ മകളായി മറിയം വളർന്നു. അങ്ങനെ വിശുദ്ധരായി ജീവിച്ച അന്നയുടെയും ജോവാക്യമിൻ്റെയും മകളായ മറിയത്തെയാണ് ദൈവപുത്രൻ്റെ അമ്മയായി ദൈവം തിരഞ്ഞെടുത്തത്. മറിയം ഏറ്റവും വിശുദ്ധയായും എപ്പോഴും പ്രാർത്ഥിച്ചും മറ്റുള്ളവർക്ക് നന്മ ചെയ്തുമാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ ഗബ്രിയേൽ മാലാഖ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട്, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്നും അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടുമെന്നും മാലാഖ പറയുന്നുണ്ട്. ഇത് കേട്ട മറിയം പറയുന്നുണ്ട്, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ മാലാഖ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും എന്നൊക്കെ. ദൈവ തീരുമാനം അതാണെന്ന് മനസ്സിലാക്കിയ മറിയം യാതൊരു മടിയും കൂടാതെ അതിന് സമ്മതം നൽകുന്നു. യഹൂദ നിയമപ്രകാരം വിവാഹത്തിന് മുൻപ് ഒരു സ്ത്രീ ഗർഭിണിയായി എന്ന് കണ്ടാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലും എന്നാണ്. അതൊക്കെ അറിയാമായിരുന്നിട്ടും മാതാവ് സമ്മതം പറയുകയാണ്. മറിയത്തെ പോലെ നമ്മളെ ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിനും ഒരു പദ്ധതിയുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവഹിതത്തിന് ജീവിച്ചത് കൊണ്ടാണ് ദൈവം മറിയത്തെ നന്മ നിറഞ്ഞവളാക്കിയത്. ഏത് കാര്യവും മറിയത്തോട് പ്രാർത്ഥിച്ചു നോക്കിയേ, മറിയം ഈശോയിലൂടെ നമുക്കത് സാധിച്ചു തരും.